അതെയല്ലോ ഇരിക്കട്ടെ ബാക്കി കേട്ടോ. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയതാ ടൗണിലാ. മോളെ ആ ചോക്ലേറ്റ് ഇല്ലേ, ചോക്ലേറ്റ് എടുത്ത് ജമന്തി ആക്കി കൂടെ. നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് ജമന്തി. പൊട്ടിച്ച് കഴിക്ക്. ചോക്ലേറ്റ് ഉണ്ട്, അത് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാമേ. മധുരം നുണയും ചോടി. അതാദ്യം കഴിക്ക്. ഞങ്ങളുടെ ജീവിതത്തില് കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരാൻ പോണുന്നല്ല വന്നു തുടങ്ങിയെന്നല്ല പറയാം. അതായത് ഞങ്ങളെ ഒരു ബിസിനസ്സിൽ ചേർന്നല്ലോ. ഏത് പറഞ്ഞില്ലേ ഓടി നീ? അപ്പോൾ ആ ബിസിനസിന്റെ ഫസ്റ്റ് ഇൻകം ഞങ്ങൾക്ക് വന്നു. അപ്പോൾ ആ പൈസ എടുത്തിട്ട് ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ലാവിഷായി, എന്താ പറയുക, ഷോപ്പിങ്, പിന്നെ ഫുഡിങ്, ഒരു കറക്കം, ഒരു സിനിമ, അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെ വരണ വഴിയാ. നിന്റെ കെട്ടിയില്ലേ ഇവിടെ? എവിടെ? പുറത്ത് പോയോ? അത് ശരി. എന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജമന്തി? കാഴ്ചക്ക് ഇതാരാ? ഇതാരാ? ജമന്തി അതല്ല, ഇതാരാന്ന് വെറുതെ കളിയാക്കല്ലേ. നാത്തൂൻ. അതും കാണാം. ഇതോ? പൊക്കോടുന്നു. എന്താ? ഓ, അപ്പൊ നിനക്ക് അതൊക്കെ കാണാല്ലേ? പിന്നെ കണ്ടുകൂടെ? എനിക്ക് എന്താ കാണുന്നത്? ഒരുത്ത കുറെ നേരമായിട്ട് ഓരോ സംഭവം കാണിച്ചിട്ട് നിനക്ക് അത് കാണാൻ വയ്യ. എത്ര നേരമായിട്ട് ഞാൻ കാണിക്കണം, അത് കണ്ടില്ല? എന്തുവാ? അയ്യോ എന്റെ ഇത് കണ്ട? എന്റെ കണ്ടി കുരുന്നില്ലല്ലോ. പിന്നെ അയ്യോ നീ നമ്മുടെ അടുത്ത് അടിക്കല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തെന്നറിയോ, ചേട്ടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. തനി തങ്കം. ഇതെന്താന്നറിയാമോ, ഞങ്ങളെ ചേർന്ന ആ ബിസിനസ്സിൽ ഞാൻ 5 പേരെ ചേർത്തു. 5 പേരെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു കമ്മീഷൻ എനിക്ക് കിട്ടിയതാണ് ഈ ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായിട്ട് അവർ തന്നതാണ്. ഇനി ഈ 5 എന്നുള്ളത് ഞാൻ എൻ്റെ സൈഡിൽ ഒരു 0 കൂടെ വരുമ്പോൾ 50 പേരായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു നീളം കാറ് വന്ന് നടക്കും. ആ കാറ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് തങ്കം, ആ കാറ് വരുമ്പോഴേക്കും നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറുമായിരിക്കും. ഒരു 17 നിലയുള്ള ഒരു ഫ്ലാറ്റ് ഞങ്ങൾ നോക്കി. അപ്പോൾ അതിൻ്റെ 17ാമത്തെ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ റിവർ വ്യൂ ഉണ്ട്, എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ പൊങ്ങിപ്പോണത് കാണാം, കടൽ കാണാം, കുന്ന് കാണാം, എല്ലാം. ഇടയ്ക്ക് വാ അങ്ങോട്ട്. നല്ല തണുപ്പ്, AC ഉണ്ട് കേട്ടോ. എങ്ങനെ ഇവിടെ ചൂടത്ത് നമ്മൾ കിടക്കും? എനിക്ക് ഇവിടെ തന്നെ പറ്റുന്നില്ല കേട്ടോ, സത്യം. പറഞ്ഞിട്ട് കാര്യമില്ല. ആ മോളെ, വേറൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് നിനക്കൊരു ചുരിദാർ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നിന്റെ അളവറിയില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം ഞങ്ങൾ എടുത്ത്, അടുത്ത പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ വരുവാണെന്ന് അപ്പോഴേക്കും എടുത്തു തരും കേട്ടോ. കേട്ടെ? ആ മധുരം തീർത്തില്ലല്ലോ, കുറച്ച് അവനോട് കൊടുക്കണം, നിന്റെ കെട്ടിയവന് കൊടുത്തരാം. മധുരം സന്തോഷിക്കട്ടെ. കമാണ്ടി Versus Alien.